നിങ്ങൾ കഴിച്ച് നോക്കിയിട്ടുണ്ടോ ഇതുപോലൊരു പലഹാരം? ബട്ടിളപ്പം എന്നും ബട്ടേളപ്പം എന്നൊക്കെ പറയപ്പെടുന്ന ദ്വീപ് സ്പെഷ്യലായിട്ടുള്ള ഒരു പലഹാരമാണ് ഇന്ന് നമ്മളിവിടെ ചെയ്തെടുക്കുന്നത്. വളരെ ഈസിയാണ് കേട്ടോ ചെയ്തെടുക്കാനായിട്ട്. എങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തേക്കുന്നത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 5 മുട്ടയ്ക്ക് 5 ടേബിൾ സ്പൂൺ പഞ്ചസാര എന്ന കണക്കിലാണ് എടുക്കുന്നത് കേട്ടോ. ഏലക്കാപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് ഫുഡ് കളറും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്നെങ്കിൽ നിങ്ങൾ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യണം, അതല്ലെങ്കിൽ സ്പൂണൊക്കെ വെച്ചിട്ട് മെല്ലെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഒരിക്കലും ഇത് പതയാൻ പാടില്ല, അത് പ്രത്യേകം പറയാണ്. ഇനി നമുക്കിത് അരിപ്പയിലൂടെ അരിച്ച് ഒഴിക്കാം. ഇനി നമുക്കിത് ഇഡ്ഡലി പാത്രത്തിലാണ് വേവിച്ചെടുക്കാനുള്ളത്. അപ്പോൾ ഞാൻ നെയ്യൊന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇത് ഒരിക്കലും 1-2 തട്ടിട്ടത് വേവിക്കരുത് കേട്ടോ, കാരണം ഇതിലേക്ക് വെള്ളം ഇറങ്ങാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മൂടി അടക്കുന്ന സമയത്തും നമ്മളിത് മുഴുവനായിട്ട് അടച്ചു കൊടുക്കരുത് കേട്ടോ. പകുതി വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മുഴുവനായിട്ടും വെന്തതിന് ശേഷം നമുക്ക് നല്ല പോലെ തണുത്തതിന് ശേഷം ഇതിൽ നിന്ന് മാറ്റാം കേട്ടോ. നല്ല കിട്ടിലിനൊരു പലഹാരമാണ് കേട്ടോ. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.